ചെറിയ കുട്ടികളും സ്ത്രീകളുണ്ട്. കോടതി കൊണ്ടുപോകണം, ഫയൽ വിൽക്കണം. അല്ല ഇതിന് അറിയിച്ച് പറ്റില്ല. അത് പറഞ്ഞുതരാം. വഞ്ചിച്ചിട്ട് ഇന്ന് കുടിക്കാനുള്ള വെള്ളം തരില്ല, അതൊന്നും ആവശ്യമില്ല. അതല്ല സാറേ, ഞങ്ങൾ ഈ സമരം ജനങ്ങളറിയണം. ജനങ്ങളറിയണം. സഹിക്കില്ല, ഞങ്ങൾ സഹിക്കില്ല. പ്രശ്നമില്ല. എന്താ ഒരേ നീതി ഒരേ ന്യായം, ഒരേ നീതി ഒരേ ന്യായം. ഒരു സമയത്ത് സ്ത്രീകളും കുട്ടികളും ഉദ്യോഗസ്ഥരെ ഇവിടെ വന്ന് ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി കഴിഞ്ഞാല് അത് വേറെ കേസാണ്. ഇപ്പൊ ചൂരിന്റെ കേസാണ് മാർഗദർശനം തെറ്റിയത്. ഞാൻ പിന്നെ എല്ലാ ആൾക്കാരെയും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. യാതൊന്നും ഏറ്റവും മിനിമം നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ചെയർമാൻ ചെയ്യില്ല. അത് നിങ്ങൾ ചെയ്യാൻ മനസ്സിലാന്ന് പറഞ്ഞാൽ ധിക്കാരാണ്.
മാലിന്യത്താൽ പൊറുതിമുട്ടി മാലിന്യത്താൽ പൊറുതിമുട്ടി മാലിന്യത്താൽ പൊറുതിമുട്ടി മാലിന്യത്താൽ പൊറുതിമുട്ടി ശുദ്ധജലമെന്നത് ഇല്ലാതാക്കി ശുദ്ധജലമെന്നത് ഇല്ലാതാക്കി ഭരണക്കാരെ താങ്ങി നിർത്തും ഭരണക്കാരെ താങ്ങി നിർത്തും ഭരണക്കാരെ താങ്ങി നിർത്തും കരുണയില്ല ഭരണക്കാരെ കരുണയില്ല ഭരണക്കാരെ കരുണയില്ല ഭരണക്കാരെ കരുണയില്ല ഭരണക്കാരെ നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു ചെറിയ കുട്ടികളും സ്ത്രീകളുണ്ട് കോടതി കൊണ്ടുപോകണം കേസ് ഞങ്ങൾക്ക് ഫയൽ കിട്ടണം അല്ല ഇതിന് അറിഞ്ഞു പറ്റില്ല അത് പറഞ്ഞുതരാം ഞങ്ങൾ 2 മാസമായിട്ട് ഞങ്ങൾ അടുക്കാനായിട്ട് കൊടുക്കാം 2 മാസമായിട്ട് നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു സമരാക്കി ആലിയത്തിൻ പേരിൽ നിങ്ങൾ അധികാരികളെ ഓർത്തോളൂ അധികാരികളെ ഓർത്തോളൂ നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു പരിസരവാസികളെ പ്രതിഷേധം പരിസരവാസികളെ പ്രതിഷേധം പരിസരവാസികളെ പ്രതിഷേധം ഞങ്ങൾക്കാവില്ല മാലിന്യത്താൽ പൊറുതിമുട്ടി മാലിന്യത്താൽ പൊറുതിമുട്ടി പരിസരമാകെ മലിനമാക്കി ഞങ്ങളുടെ മക്കളെ രോഗികളാക്കും ഞങ്ങളുടെ മക്കളെ രോഗികളാക്കും ഞങ്ങളുടെ മക്കളെ രോഗികളാക്കും ഞങ്ങളുടെ വെള്ളം മുട്ടിച്ചു അധികനാളുകൾ വാഴാമെന്ന് അധികനാളുകൾ വാഴാമെന്ന് അധികനാളുകൾ വാഴാമെന്ന് നിങ്ങളാരും ധരിക്കണ്ട നിങ്ങളാരും ധരിക്കണ്ട രാഹുൽ എന്നൊരു എംബോക്കിയോ രാഹുൽ എന്നൊരു എംബോക്കിയോ രാഹുൽ എന്നൊരു എംബോക്കിയോ കുഞ്ഞു എന്നൊരു കുഞ്ഞു കുഞ്ഞു എന്നൊരു കുഞ്ഞു കാട്ടിക്കൂട്ടും കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടും കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടും
കണ്ടില്ലെന്ന് നടിക്കാനില്ലയോ ഇല്ല ഞങ്ങൾക്കാകില്ല ലാഭക്കൊതിയിൽ നട്ടൊരു കണ്ടു ലാഭം മൂത്ത് നടന്നൊരു പോലീസിനെ പേടിയില്ല സമരം കണ്ടിട്ടുണ്ട് ഇനിയും നിങ്ങൾ കാണാറുണ്ട് ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ സമരസമിതി സിന്ദാബാദ് പ്രജാപതി സഭയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്നു നമ്മൾ ഫോട്ടോ ശരിക്കെടുത്തു നിങ്ങളാരും ധരിക്കണ്ട ചാവില്ലെന്നൊരു എമ്പോക്കിയോ കുഞ്ഞു എന്നൊരു കുഞ്ഞു കാട്ടിക്കുട്ടും കൊപ്പായങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനിനിയോ പരിസരമാകെ മലിനമാക്കി ഞങ്ങളുടെ മക്കളെ രോഗികളാക്കി ഞങ്ങളുടെ വെള്ളം മുട്ടിച്ചോ അധിക നാളുകൾ വാഴാമെന്ന് നിങ്ങളാരും ധരിക്കണ്ട പ്രതിഷേധത്തിൻ സമരാഗ്നിയെ ലാഭക്കൊതിയിൽ നട്ടൊരു കണ്ണു ഞങ്ങളെ നേരെ വേണ്ട രാഹുൽ എന്നൊരു എമ്പോക്കിയോ കുഞ്ഞു എന്നൊരു കുഞ്ഞു ഭരണക്കാരെ താങ്ങി നിർത്തും ഭരണക്കാരെ നിങ്ങൾക്കെതിരെ ഉയർന്നു പേരിൽ നിങ്ങൾ വഞ്ചിച്ചിട്ട് കെട്ടിപ്പൊക്കിയ പ്രസ്ഥാനം പേര് പറഞ്ഞ് നിങ്ങൾ കൊയ്യും കണ്ണീര് നഗരസഭയുടെ പിൻബലത്തെ കാട്ടിക്കൂട്ടും കോപ്രായങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനിയോ
ഇല്ല ഞങ്ങൾക്കായില്ല. ഞങ്ങളുടെ കയ്യിലുണ്ട്. ആദ്യം കൊടുത്ത് നോട്ടീസ് അതോറിറ്റി കൊടുത്ത് തെറ്റാണ് ഞങ്ങളോട് പറഞ്ഞത്. ഹൈക്കോടതിന്റെ ഒരു ഉത്തരവുണ്ട്. പിന്നെ നഗരസഭ ഞങ്ങളോട് പറയാം ഒരു ഉത്തരവുണ്ട്, ഇടക്കാല ഉത്തരവ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെതിരെ നടപടി സ്വീകരിക്കുന്നത് കേരളത്തിലെ 160 സ്ഥാപനങ്ങൾക്കെതിരെ അത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമുള്ള നടപടി സ്വീകരിക്കരുതെന്നാണ് പറഞ്ഞു. എന്നിട്ട് അത് മറയാക്കി ഞങ്ങൾക്ക് ലെറ്റർ നൽകിയ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ചോരി പിടിച്ചെടുക്കുക. ഞങ്ങളിത് വെള്ളം 3 മാസം പറഞ്ഞിട്ട് 2 മാസം ഇന്ന് കുടിക്കാനുള്ള വെള്ളം തരില്ല. അതൊന്നും ആവശ്യമില്ല. അതല്ല സാറേ, ഞങ്ങൾ ഈ സമരം ജനങ്ങൾ അറിയണം. ജനങ്ങൾ അറിയണം. മാലിന്യ പ്രശ്നം സിദ്ധാഭാർ, മാലിന്യ പ്രശ്നം സിദ്ധാഭാർ. സഹരിക്കില്ല, ഞങ്ങൾ സഹരിക്കില്ല.
നിങ്ങൾ കൊണ്ടുപോയിക്കോളെ, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സമരം ചെയ്യും. പോലീസ് സ്റ്റേഷനിൽ സമരം ചെയ്യും. പാവപ്പെട്ട സ്ത്രീകൾ വെള്ളം മുട്ടിയിട്ട് വന്നോരാ പോലെ നിങ്ങൾ വർഷങ്ങളായിട്ട് വെള്ളം മുട്ടിച്ചിട്ട് അവിടെ നിയമത്തൊക്കെ വെല്ലുവിളിച്ചാണ് ചെയ്യുന്ന പ്രവൃത്തി ഞങ്ങളെ പാലിയേറ്റീവ് തുടങ്ങിയതാണ്. പരമാവധി സമയമാണ് 2 ദിവസം ഞങ്ങൾ പരിസരവാസികളാണ്. ഞങ്ങൾ എത്ര ദിവസം 1-2 ദിവസം 2 മാസമായി കുട്ടികൾ വെള്ളം കുടിവെള്ളത്തിന്റെ കുടിക്കുന്ന വെള്ളത്തിൽ എണ്ണം കലർന്നുകൊണ്ടുള്ള നിർമ്മാണമൊക്കെ പ്ലാന്റ് ഒക്കെ പറഞ്ഞിട്ടവർ അവർ ബോധ്യപ്പെട്ട് നമ്മൾ പര്യാപ്തത പോലീസ് കൊണ്ടുകൂടി പറഞ്ഞു പോലീസ് കൂടി വരണ്ടേ ആ വരുന്നത് ഒരു വരുത്തണ്ടേ അതാണ് പ്രശ്നം. അതാണ് ചെറിയ പ്രശ്നങ്ങളല്ല, വലിയ പ്രശ്നമായി വരുന്നത്. വെള്ളം ഒരു ഓരോരോ കണ്ടു പ്രയാസങ്ങളാണ്. ഇവിടെ കണ്ടത് വട്ടംകൂടിയിൽ വല്ല കാര്യമില്ല. ഈ സാമ്പന്ന നോർമൽ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ ഞങ്ങൾക്ക് വെള്ളത്തിന്റെ അതിൽ കിടന്നിട്ട് നടുവിൽ ഞങ്ങൾ വെള്ളം
ആ വാർഡിന്റെ മെമ്പർ ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ വന്ന് ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി കഴിഞ്ഞാല് അത് വേറെ കേസാ. ഇപ്പൊ ആ 283 കേസാണ് മാർഗദർശനം തെറ്റിയത്. ഞാൻ പിന്നെ എല്ലാ ആൾക്കാരെയും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. യാതൊന്നും ഏറ്റവും മിനിമം എല്ലാ ചെയർമാനും ചെയ്യില്ല. അത് നിങ്ങൾ ചെയ്യാൻ മനസ്സിലാന്ന് പറഞ്ഞാൽ ധിക്കാരാണ്. പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ആയിക്കോട്ടെ
ഒരു സമരത്തിൽ പങ്കെടുത്ത എല്ലാവരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും കാരണക്കാർക്ക് ഒത്താശ പോലീസിന്റെ ഈ നടപടിക്ക് ഞങ്ങൾ കിട്ടില്ല